ക്രൂയിസിനും വിജയ്ക്കും ഒരു പ്രത്യേകതയുണ്ട്. രണ്ടുപേരും നാട് രക്ഷിക്കണ കഥയല്ലാതെ വേറൊന്നും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ 40 വർഷമായി ടോം ക്രൂയിസ് ലോകം രക്ഷിക്കണ കഥയാണ് പറഞ്ഞിരിക്കുന്നത്. വിജയ് ആണെങ്കിൽ തമിഴ്നാട് രക്ഷിക്കണ കഥയും. എന്നാൽ 40 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ടോം ക്രൂയിസ് നാട് നശിപ്പിക്കുന്ന കഥയായിട്ട് വരികയാണ്. അതാണ് ഡിഗ്ഗർ. മിഷൻ ഇമ്പോസിബിളിന്റെ സീരീസിൽ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. അദ്ദേഹം ഓടും, ചാടും, ജീവൻ പണയം വെക്കും, എങ്ങനെയും നാട് രക്ഷിക്കും. പക്ഷെ ഡിഗ്ഗറിൽ അദ്ദേഹം ഓടുന്നില്ല, ചാടുന്നില്ല. അധികാരമാണ് ഓടുന്നത്, പണമാണ് സംസാരിക്കുന്നത്, ഈഗോ ആണ് തീരുമാനം എടുക്കുന്നത്. ഡിഗ്ഗർ റോക്ക്വെൽ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയലായ കോടീശ്വരനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ സാമ്രാജ്യം ഇപ്പോൾ ഒരു എൻവിറോൺമെന്റൽ ഡിസാസ്റ്ററിലാണ്. എല്ലാവർക്കും അയാൾ വില്ലനാണ്. പക്ഷെ അയാളെ സ്വയമായിട്ട് വില്ലനായിട്ട് കാണുന്നില്ല, ഒരു ഹീറോ ആയിട്ടാണ് കാണുന്നത്. ഇവിടെയാണ് ഡിഗ്ഗർ തുടങ്ങുന്നത്. സൈക്കോളജിയിൽ ഒരു ഒബ്സർവേഷൻ ഉണ്ട്. പവർ കിട്ടിയ ഒരുത്തൻ കള്ളം പറയില്ല. അവർ സ്വന്തം കള്ളം സ്വയം വിശ്വസിക്കാൻ തുടങ്ങും. ഇതിനെ സെൽഫ് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയും. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ലോകത്തെ രക്ഷിക്കുകയാണ് എന്ന് സ്വയം അങ്ങോട്ട് വിശ്വസിച്ച് തുടങ്ങും. ഇത് ഹിസ്റ്ററി എടുത്തു നോക്കിയ പല നേതാക്കന്മാർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. നേതാക്കന്മാർക്ക് മാത്രമല്ല, ബിസിനസ് ടൈക്കൂണുകൾക്കും ഇത് ഉണ്ടായിട്ടുണ്ട്. ടോം ക്രൂയിസിന്റെ കരിയർ എടുത്ത് നോക്കിക്കോളൂ. മിഷൻ ഇമ്പോസിബിൾ, ജാക്ക് റീച്ചർ, ടോപ്പ് ഗൺ, അമേരിക്കൻ മെയ്ഡ്, മൈനോറിറ്റി റിപ്പോർട്ട്, എഡ്ജ് ഓഫ് ടുമാറോ, ഇതിലെല്ലാം അദ്ദേഹം ഹീറോ ആണ്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ ഞാനൊരു ഹീറോ ആണെന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരാളായിട്ട് വരുന്നത്. ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് അൽജാൻഡ്രോ ഇനാർറിറ്റോ ആണ്. അദ്ദേഹത്തിന്റെ മുന്നത്തെ സിനിമ എടുത്ത് നോക്കുകയുള്ളൂ, ദ റവനന്റ്, ബേർഡ്മാൻ. അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകളാണ്. ഈ സിനിമയിലെല്ലാം ഒരാൾ മാത്രമായിരിക്കില്ല വില്ലൻ. മെയിൻ ഈഗോ ആണ് ശരിക്കും വില്ലനാവുന്നത്. പലരും പറയുന്നത് കേട്ടു ഡിഗ്ഗർ ഒരു ഡിസാസ്റ്റർ സിനിമയാണ് എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, ഈഗോ ഡിസാസ്റ്റർ സിനിമയാണ് ഡിഗ്ഗർ. ടോം ക്രൂയിസ് ഏറ്റവും കൂടുതൽ അപകടകരമായിട്ടുള്ള സ്റ്റണ്ട് ചെയ്ത വ്യക്തിയാണ്. മിഷൻ ഇമ്പോസിബിൾ 2 തന്നെ കുന്നു കയറുന്നതും, ഈ ബിൽഡിംഗിൽ നിന്ന് വേറെ ബിൽഡിംഗിലേക്ക് ചാടുന്നതും, ബുർജ് ഖലീഫയുടെ തലപ്പത്ത് പോയി നിൽക്കുന്നതും, ഇതെല്ലാം കണ്ടിട്ട് എല്ലാവരും പേടിച്ചതാണ്. പക്ഷെ അതിലും വലിയ സ്റ്റണ്ടാണ് ഇപ്പോൾ ടോം ക്രൂയിസ് ചെയ്തിരിക്കുന്നത്. ഡിഗ്ഗറിൽ ഹീറോ ഇമേജ് വിട്ടിറങ്ങിയിരിക്കുകയാണ്. ഡിഗ്ഗർ വിജയിച്ച ഹോളിവുഡിന് പുതിയൊരു ടോം ക്രൂയിസിനെ കിട്ടും. പരാജയപ്പെട്ടാലോ വീണ്ടും മിഷൻ ഇമ്പോസിബിളിലേക്ക് തന്നെ പോവുകയും ചെയ്യും. ഒരു കാര്യം ഉറപ്പാ, ആരും ടോം ക്രൂയിസിന്റെ ആക്ഷൻ പ്രതീക്ഷിച്ചിട്ട് ഈ സിനിമയ്ക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം ഇതിൽ ആക്ഷൻ അല്ല, പവറാണ് ശരിക്കും ആക്ഷൻ ആവുന്നത്. അധികാരത്തിന്റെ ഒരു ദുർവിനിയോഗമാണ് ഈ സിനിമയിൽ എപ്പോഴും കാണിക്കാൻ പോകുന്നത്. കാരണം ഒരു മനുഷ്യനെ എങ്ങനെ മറ്റുള്ളവരുടെ മനസ്സിൽ ഒരു ദൈവമായിട്ട് വിശ്വസിപ്പിക്കുന്നു എന്നാണ് ഈ സിനിമയിൽ ശരിക്കും കാണിക്കുന്നത്.